പുതുവത്സരാശംസകളോടെ ഫെയ്ത്ത് വോയിസിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതുവഴികൾ തുറക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അന്ധകാരത്തിന്റെ ആധിപത്യത്തെ തകർത്ത കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് ഇന്ന് വിജയം നൽകട്ടെ. നിങ്ങളുടെ പരാജയം വിജയമാഘോഷിക്കട്ടെ. നിങ്ങളുടെ നിരാശകൾ പ്രത്യാശയായി മാറട്ടെ. പുതുവഴികൾ തുറക്കുന്ന ദൈവത്തിന്റെ നേരുറവ നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചന പ്രകാരം, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. സ്നേഹമുള്ളവരെ, വളരെ നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക്, അസമാധാനത്തിന്, കണ്ണുനീരിന് മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുതുക്കി പണിയുന്ന ആന്തരിക മനുഷ്യന്റെ ജീവിതം പോലെ വീണ്ടും ജനിക്കുവാൻ തിരുവചനം വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇന്ന് കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നാം ഒരു അനുഗ്രഹമാകുവാൻ, ഈ വർഷം കർത്താവായ യേശു നമ്മെ അനുഗ്രഹിക്കുവാനായി നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകുമെന്ന് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. ആമേൻ. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ഹല്ലേലൂയ. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല. പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ആമേൻ. ഹല്ലേലൂയ. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല. പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കാണാത്ത അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ കർത്താവായ യേശുവിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. അവിടുന്ന് നമ്മെ ഉയർത്തി അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്ന ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, ഒരിക്കലും നമ്മെ കൈവിടിയുകയില്ല. നമുക്ക് വിശ്വാസത്തോടുകൂടി ഏറ്റുപാടാം: ഞാൻ അനുഗ്രഹമാകും. എൻ്റെ യേശു എന്നെ അനുഗ്രഹിക്കും. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഇന്നും ജീവിക്കുന്ന യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. ആമേൻ. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. അതുകൊണ്ട് ഞാൻ അനുഗ്രഹമാകും. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും.
നമുക്ക് വിശ്വാസത്തോടുകൂടി പറയാം, തീച്ചൂളയാകുന്ന പ്രതികൂലങ്ങൾ എന്നെ തൊടുകയില്ല, ഇരിച്ചിടുന്ന വെള്ളം എന്നെ മൂടിക്കളയുകയുമില്ല. കാരണം എനിക്ക് മുൻപേ കടന്നുപോയ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് എന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ ദൈവം വിജയമാക്കി തീർക്കും. എൻ്റെ നിരാശകൾ പ്രത്യാശയാകും. നമുക്ക് പാടാം, വിശ്വാസത്തോടുകൂടി ഏറ്റുപറയാം. ചുള എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളം എന്നെ മൂടുകില്ല. ചുള എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളം എന്നെ മൂടുകില്ല. എനിക്കു മുൻപേ കടന്നു പോയവൻ പാതകൾ എനിക്കായി തെളിച്ചിടും. ആമേൻ, ഹല്ലേലൂയ. എനിക്കു മുൻപേ കടന്നു പോയവൻ പാതകൾ എനിക്കായി തെളിച്ചിടുന്നു. അനുഗ്രഹമാകും, ആമേൻ, ആമേൻ. ഞാൻ അനുഗ്രഹമാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. യേശുവിന്റെ കൂടെയുണ്ട്. യേശു എനിക്കുണ്ട്, എൻ കൂടെ അവനുണ്ട്. അത്ഭുത നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ആമേൻ. ഭയമെനിക്കില്ല, നിരാശ എനിക്കില്ല. പ്രത്യാശയോടെ ദൈവത്തെ ഞാൻ സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ. ഈ വർഷ ആരംഭത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഈ വർഷം ഏവർക്കും അനുഗ്രഹത്തിന്റെ വർഷമായി തീരുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.